ആലീസ് ഫുഡ് സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയാണ്. ബിരിയാണി റൈസ് കൊണ്ടല്ല, നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷനരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അതിനായി ഞാനിവിടെ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളം ഒന്ന് തോരാനായിട്ട് ഒരു സ്ട്രെയിനറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ എടുത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റേഷനരി ആയതുകൊണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ശേഷം ഒരു കലം അടുപ്പത്ത് വെച്ചിട്ട് ആ കലത്തിന് 3/4 കലം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത്രയും സാധനങ്ങൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഒരു 2-3 സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ഒഴിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിലേക്ക് പോകാം. ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അതിന് ശേഷം കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി, നന്നായിട്ട് വേകണ്ട. അതുകൂടെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ക്യാരറ്റും ബീൻസും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റാം. വീണ്ടും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ചൂടായതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് നൈസായിട്ട് അരിഞ്ഞ സവാള ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പരുവം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് കരിയരുത്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നല്ല വലിപ്പമുള്ള 4 സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടി ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ മസാല പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് റെഡിയായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാ വശത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ലെയറും ചെയ്ത് മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റേഷനരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണെന്ന് പറയുകയില്ല. വളരെ ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റേഷനരി ആണെങ്കിലും ബിരിയാണിയുടെ ടേസ്റ്റിനൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.